ഹായ് ഹലോ ഗൃഹലക്ഷ്മി വിവേഴ്സ്. പ്രത്യേകിച്ച് മുഖവരകളൊന്നും വേണ്ടാത്തൊരു ബ്രാൻഡാണ് മിൽമ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നാണ് മിൽമ. സോ ഇന്ന് ബിയോണ്ട് സ്റ്റോറീസിൽ നമ്മളോടൊപ്പം ഉള്ളത് മിൽമയുടെ ചെയർമാൻ KS മണി സാറാണ്. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സർ, മിൽമയുടെ ചരിത്രത്തോളം തന്നെ ഉണ്ട് സാറ് മിൽമയൊത്തുള്ളൊരു യാത്ര. എനിക്കൊന്ന് 1980കളിൽ ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നു. അത് കഴിഞ്ഞ് 85 ആകുമ്പോഴേക്കും മിൽമയുടെ തന്നെ തിരുവനന്തപുരം, എറണാകുളം യൂണിയനുകൾ വരുന്നു. മലബാറിലേക്ക് മിൽമ വരുമ്പോൾ പാലക്കാടുള്ള 4 സംഘങ്ങളിൽ ഒന്ന് അങ്ങയുടേതായിരുന്നു. അവിടെ നിന്ന് ഇപ്പതാ 45 വർഷത്തോളം ആവുന്നു മിൽമയൊത്തുള്ള യാത്ര. പറയൂ, എങ്ങനെയുണ്ട് ആ ഒരു മൊത്തം ജേണി? അല്ലെ, ഇപ്പോൾ പറഞ്ഞതുപോലെ മിൽമയുമായിട്ട് യാദൃച്ഛികമായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ വളരെ ഒരു സിനിമാ കഥ പോലെ ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം ഡോക്ടർ വർഗീസ് കുര്യനാണല്ലോ ഇപ്പോൾ കേരളത്തിന്റെ പ്രിയപുത്രൻ. അദ്ദേഹമാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം വിഭാവനം ചെയ്ത ഈ ഒരു ആനന്ദ മാതൃകാ പ്രസ്ഥാനം രാജ്യം ഒട്ടുക്ക് വളർന്നു വന്ന് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നമ്മൾ മാറി. അത് 10-27 കൊല്ലമായിട്ട് ആ സ്ഥാനം തുടരുകയാണ്. ഇനി അടുത്ത ഒരു 50 കൊല്ലത്തേക്ക് അതൊന്ന് മാറ്റം വരുമെന്ന ഒരു പ്രതീക്ഷ നമുക്കില്ല. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പ്രവർത്തിക്കുന്ന റോട്ടറി മൂവ്മെന്റുമായിട്ട് ഒരു സെമിനാറിൽ ഊട്ടിയിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ ഒരു സെമിനാറിൽ ഒരു മുഖ്യ പ്രഭാഷകനായി വന്ന 4 പേരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. ആ അദ്ദേഹവുമായിട്ട് ഊട്ടിയിലെ ഒരു ഇന്ററാക്ഷൻ, ഒരു 5-10 മിനിറ്റ് അദ്ദേഹമായിട്ട് ഇന്ററാക്ഷൻ ചെയ്തത് വലിയൊരു ആവേശത്തിലാണ്. കാരണം ഡോക്ടർ വർഗീസ് കുര്യനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മള് പുസ്തകത്താളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ ധവള വിപ്ലവത്തിന്റെ പിതാവ് മലയാളിയാണ് എന്നൊക്കെ കേട്ട് അല്ലാതെ നേരിട്ട് നമുക്ക് അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസരമായിരുന്നു അവിടെ. അപ്പൊ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് മാറിയിരുന്ന ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ധവള വിപ്ലവത്തെ കുറിച്ച് വളരെ ചെറുതായിട്ട് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അതൊരു യാദൃച്ഛികത എന്നോളം എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരായ ഒരു 3-4 പേര് എന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ മിൽമ ഇവിടെ പിന്നെ മലബാറിലേക്ക് പുതിയ ആനന്ദ മാതൃകാ സംഘങ്ങൾ രൂപീകരിക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സംഘം രൂപീകരിക്കുന്നത് നന്നായിരിക്കില്ലേ, അതിന് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ വലിയ ആവേശം, ഈ ഒരു ഊർജ്ജം എന്റെ പിന്നിലുണ്ട്. അവർ 5-6 മാസമല്ലേ കഴിഞ്ഞുള്ളൂ. അപ്പൊ നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പുതിയൊരു സംഘം രൂപീകരിക്കുന്നതിന് പ്രൊമോട്ടിംഗ് കമ്മിറ്റി അവിടെ വരുന്നതിൽ പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിൽ ഒരാളായി 25 പേര് ഒപ്പിട്ടുകൊണ്ട് നമ്മളൊരു സംഘ രൂപീകരണത്തിന് പോകുന്നത്. അതാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ 4 ആദ്യമായി തുടങ്ങുന്ന പാലക്കാട് ജില്ലയിലെ ആനന്ദ മാതൃകാ സംഘത്തിലെ ഒരെണ്ണമായിട്ട് ആദ്യം നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംഘമാണ് എന്റെ സംഘം, എണ്ണപ്പാടം സംഘം. അതാണ് അതിന്റെ തുടക്കം. പക്ഷെ അത് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ആദ്യത്തെ 25 പേരിൽ 9ാമത്തെ ആളായിട്ടാണ് എന്റെ പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിൽ എന്റെ അംഗത്വം വന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയില്ല. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ബിസിനസ്സുകാരനാണ്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് ഞാൻ അതിലൊരു അംഗമായിട്ടിരുന്നു. ആ പ്രൊമോട്ടിംഗ് കമ്മിറ്റി 6 മാസക്കാലം കഴിഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു, അത് താങ്കൾ കൂടെ അതിൽ മത്സരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സോടെയാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതോടുകൂടി അത് സംഘത്തിന്റെ പ്രസിഡന്റായി. അങ്ങനെയാണ് 89 അവസാനം ഇതിന്റെ രജിസ്ട്രേഷൻ കിട്ടുകയും അതിന്റെ പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുത്ത് വരികയും ചെയ്യുന്നു. ആ ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് വരിക. അതെ, അങ്ങയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് മിൽമയിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ, മിൽമയുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എന്നും പ്രിയപ്പെട്ടതായിട്ടും ഏറ്റവും അഭിമാനത്തോടും അങ്ങ് കാണുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ് അങ്ങ് കൊണ്ടുവന്നത്? അല്ല, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. മിൽമ എന്നുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനം, ഇതൊരു വ്യക്തികളുടെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ 1989 അവസാനം ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ആ സമയത്താണ് മലബാർ മേഖലാ യൂണിയൻ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആലോചന നടത്തി. ആ തുടങ്ങുന്ന സമയത്ത് അതിന്റെ പ്രൊമോട്ടിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് അന്ന് അതിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, MD സ്ഥാനത്തേക്ക് പിന്നെ വന്ന ഒരു ഉദ്യോഗസ്ഥൻ അസീസ് എന്ന് പറഞ്ഞ ഒരാള് പാലക്കാട്ട് വന്ന് എന്നെ അവിടുത്തെ PNDയുടെ ആൾക്കാരെ വിളിപ്പിച്ചിട്ട് റെസ്റ്റ് ഹൗസിൽ ഇരുന്ന് ആ പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിൽ എന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. അന്നും എന്റെ മറുപടി ഇതാണ്, എനിക്കിതൊന്നും കഴിയില്ല. ഞാൻ കോഴിക്കോട്ടേക്ക് വന്ന് ഇതിന്റെ പരിപാടി നടത്താൻ എനിക്ക് കഴിയില്ല. കാരണം എന്റെ ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധപൂർവ്വം പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ട് എന്റെ കൂടെ തന്നെ തുടങ്ങിയ മറ്റൊരു സംഘത്തിന്റെ പ്രസിഡന്റിനെ
അതിലെ പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് മലബാർ മേഖലാ യൂണിയൻ വന്നത്. പിന്നീട് നമ്മൾ ഈ മേഖലയ്ക്ക് വരാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും, ഏകദേശം 2002 ആയപ്പോഴും മിൽമയും അതുപോലെ തന്നെ മദർ ഡയറിയുമായി ചേർന്നുകൊണ്ടൊരു ജോയിന്റ് വെഞ്ചറിനെ കുറിച്ച് ആലോചിച്ചു. ആ ജോയിന്റ് വെഞ്ചർ വരുന്നത് നമുക്ക് ഈ മേഖലയ്ക്ക് വളരെ ദോഷം ചെയ്യുമെന്ന് ദേശീയ തലത്തിൽ ഡോക്ടർ വർഗീസ് കുര്യനും ഇവിടെ നമ്മൾ കേരളത്തിൽ നമ്മൾ ഇതിന്റെ പ്രഥമ ചെയർമാനായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ ഇത് വലിയ ദോഷം നമ്മളെ മിൽമ എന്നുള്ള പ്രസ്ഥാനത്തിന് വരും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അത് ശരിയല്ല എന്ന് അതിശക്തമായി ആ ഒരു വാർഷിക പൊതുയോഗത്തിൽ ഉന്നയിക്കുകയും പ്രമേയം അവതരിപ്പിച്ച് അത് നിർത്തണമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഘടനകൾ, കാരണം കേരള മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ കീഴിലുള്ള യൂണിയനുകൾ ഇപ്പൊ മാർക്കറ്റിങ്ങിന് നമുക്കില്ലാത്ത ഒരു കഴിവിന് വേണ്ടി മറ്റൊരു മദർ ഡയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കി അതിന്റെ ടേംസ് പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വലിയ അപകടത്തിൽ പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പോയത്. അതിനെതിരെ അന്ന് തന്നെ നമ്മൾ ഹൈക്കോടതിയിൽ ഒരു കേസൊക്കെ ഞാൻ വ്യക്തിപരമായി പോയി കേസൊക്കെ കൊടുത്താണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു പോരാട്ടം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൽ വന്നു അന്നുണ്ടായിരുന്ന ഭരണസമിതിയെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഈ തകർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ആ വർഷം തന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചു. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യമായിട്ട് മലബാർ മേഖലാ യൂണിയൻ ഉണ്ടായി. നാളിതുവരെ തെരഞ്ഞെടുപ്പില്ലാതെ ഏകണ്ഠമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഭരണസമിതിക്കെതിരെ എൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വെച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 12 പേരായിരുന്നു അന്ന് ഭരണസമിതി അംഗങ്ങൾ. മത്സരിക്കാനുള്ള ആളെ സംഘടിപ്പിച്ചു, മത്സരിച്ചു. പക്ഷെ നിർഭാഗ്യത്തിൽ അതിലെ 11 പേരും പരാജയപ്പെട്ടു, ഞാൻ മാത്രം വിജയിച്ചു വന്നു. അങ്ങനെ 2003 മുതൽ 8 വരെ മലബാർ മേഖലാ യൂണിയനിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ബോർഡ് മെമ്പർമാരായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 2008 പിന്നെ തെരഞ്ഞെടുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു. 2008 തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു വോട്ടിന് ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ എന്റെ പാനലിലെ 4 പേര് ബോർഡിൽ വന്നെങ്കിലും ഞങ്ങൾ കുറെ ആൾക്കാർ 1-2 വോട്ടിന് പരാജയപ്പെട്ടുകൊണ്ട് നമ്മളെ ഭരണം കിട്ടിയില്ല. അങ്ങനെ പോയി 2013 കഴിഞ്ഞു. പിന്നെയാണ് 2018 തെരഞ്ഞെടുപ്പ് വരുന്നത്. അന്നത്തെ ചില പ്രത്യേക സാഹചര്യത്തിൽ ആ ഭരണസമിതി സമയത്തിന് തെരഞ്ഞെടുപ്പ് നടത്താത്തത് കൊണ്ട് ആ ഭരണസമിതി ഒഴിവാക്കി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെച്ചപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ ഉത്തരവാക്കി 3 പേരിൽ ഒരാളായി. അങ്ങനെ ഒരു 5-8 മാസക്കാലം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രവർത്തനം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി പോയപ്പോഴാണ് നമ്മളെ എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി നമുക്കിവിടെ അധികാരത്തിൽ മലബാർ മേഖലാ യൂണിയനിൽ ആദ്യമായിട്ട് വന്നത്. അപ്പൊ ആ അധികാരത്തിൽ വന്ന 2020 വന്നത്. ഫെബ്രുവരി 5-6 ആണ് അധികാരമേറ്റെടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് 8 മാസക്കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലും പിന്നീടുള്ള 5 കൊല്ലത്താല പ്രവർത്തനത്തിലും സ്വാഭാവികമായിട്ടും കുറേയധികം കാര്യങ്ങൾ ഈ മേഖലയില് ഇന്നത്തെ മത്സരാധിഷ്ഠിത കമ്പോളത്തില് ഈ മേഖലയെ കുറെ കൂടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി കഴിഞ്ഞ 5 കൊല്ലക്കാലം നടപ്പിലാക്കി. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മലബാർ മേഖലാ യൂണിയൻ നമുക്കെല്ലാം അറിയാവുന്ന പോലെ മിൽമയിലെ 3 യൂണിയനുകളും അതിന്റെ അപെക്സ് ബോഡിയാണ് ഫെഡറേഷൻ. മലബാർ മേഖലാ യൂണിയനിൽ വളരെ മിടുക്കരായിട്ടുള്ള കുറെ ഇപ്പൊ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയ MD അടക്കമുള്ള ഒത്തിരി ഏറ്റവും കൂടുതൽ പാല് സംസ്ഥാനത്ത് സംഭരിക്കുന്ന പാലിൽ 50% കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോ വളരെ നല്ല മിടുക്കരായിട്ടുള്ള ഡെഡിക്കേറ്റഡും കമ്മിറ്റഡും ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, അതുപോലെ നമ്മളെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവനക്കാര്, എല്ലാ ഭാഗത്തുള്ളവരുടെ നല്ല പ്രവർത്തനങ്ങൾ, നമ്മളുടെ സംഘം പ്രസിഡന്റുമാരും സംഘത്തിലെ ജീവനക്കാരുമായിട്ടുള്ളവരുടെ കൂട്ടായ്മ, ഇതെല്ലാം വെച്ച് കുറേയധികം നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ പോയി. അങ്ങനെ വരുമ്പോഴാണ് ഫെഡറേഷനിൽ ഉണ്ടായിരുന്ന ചെയർമാൻ ആകസ്മികമായി മരണപ്പെടുകയും അവിടേക്ക് കൂടെ ചെയർമാനായിട്ട് വരികയും എന്നോട് നമ്മളുടെ നേതൃത്വം 2 ചെയർമാൻഷിപ്പും ഒരുമിച്ച് നിയമപരമായി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഫെഡറേഷന്റെ ചെയർമാനും അതോടൊപ്പം മലബാർ മേഖലാ യൂണിയന്റെ ചെയർമാനുമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും വരുന്നത് ഇപ്പൊ നമ്മളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്
എന്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നതിന് എന്റെ 2 മക്കൾ ആൺകുട്ടികളുണ്ട്. അവരൊക്കെ വന്ന് പ്രാപ്തിയായപ്പോ പിന്നെ പൂർണ്ണമായിട്ടും ബിസിനസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ കഴിയാവുന്നത്ര കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു 1991 ഒരു ലിബറേഷൻ ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് ആ ഒരു മോണോപോളി ഒക്കെ മാറി ഒരു ജനകീയമായിട്ട് ഈ ഒരു വ്യവസായം മാറുന്നതെന്ന് പറയാം. പക്ഷെ ഇത് മാർഗമാക്കി മാറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു യുവതലമുറ ഇതിലേക്ക് വരുന്നത് എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങയുടെ ഒരു ഇതിൽ തോന്നിയിട്ട്? നമുക്കറിയാം, കേരളത്തിന്റെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താലും കേരളം നമുക്കൊരു പ്രത്യേക ഗണത്തിൽ പെടുത്തേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ക്ഷീരമേഖല പോലുള്ള പ്രവൃത്തികളിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെ അനുഭവിക്കുന്ന പോലെ ഇതിൽ യുവതലമുറ വരുന്നതിനുള്ള വൈമുഖ്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മളുടെ മാനസികമായ ചിന്ത വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് വൈറ്റ് കോളർ ജോലിയാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ചിന്ത അറിഞ്ഞോ അറിയാതോ മനസ്സിൽ വന്ന ഒരു കാര്യമുണ്ട്. അതുകൂടാതെ തന്നെ ഇതത്ര ശ്രമകരമായിട്ട് പ്രവർത്തിക്കേണ്ടതും എന്നാൽ ആ പ്രവൃത്തിക്ക് ആനുകാലികമായിട്ട് അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള റിട്ടേൺസ് അത്ര ഇല്ലാത്തതും കൊണ്ടാണ് ഈ മേഖലയെ ആകർഷകമാകാത്തത്. യുവാക്കൾ വരാത്തതിൻ്റെ കാരണം അതാ. ഒരുപാട് നമുക്കിപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വരുന്നു, പുതിയ പുതിയ ബ്രാൻഡുകൾ വരുന്നു. പക്ഷെ എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത് ജനങ്ങളുടെ ഇടയിൽ മിൽമ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും പുതിയ പ്രോഡക്റ്റുകൾ ഇപ്പോൾ മത്സരങ്ങൾ വരുന്ന സമയത്ത് മിൽമ എന്തുകൊണ്ടായിരിക്കും ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നതെന്നാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 45 വർഷമായിട്ട് മിൽമ എന്നുള്ള പ്രസ്ഥാനം കേരളീയ ജനതയിലെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ബ്രാൻഡാണ്. അത് ഇപ്പൊ ഞാൻ ചെയർമാനായിട്ട് വന്നതിന് ശേഷം വളർത്തിയെടുത്തതല്ല. എൻ്റെ പൂർവികരായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചവരെല്ലാം ഇത് വളർത്തിയെടുക്കുന്നതിനും ഈ തരത്തിലേക്ക് വളർത്തുന്നതിനും അവരുടേതായിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നില്ലാത്ത ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും സംഭരണ വർധനവിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അത് സത്യത്തിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് നമ്മളുടെ ഈ മിൽമ എന്നുള്ള ബ്രാൻഡിനോടുള്ള വിശ്വാസതയാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണങ്ങൾ എന്താ? മിൽമ എന്നുള്ളത് ഞാൻ പറഞ്ഞു ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമാണ്, അതോടൊപ്പം തന്നെ ഇതൊരു സഹകരണ പ്രസ്ഥാനമാണ്. അപ്പൊ ഏതെങ്കിലും വിധത്തില് അമിത ലാഭത്തിന് വേണ്ടി ഗുണനിലവാരം കോംപ്രമൈസ് ചെയ്യുക എന്നുള്ള അജണ്ട ഞങ്ങളുടെ ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ വളരെ അഫോർഡബിൾ റേറ്റിൽ, മോഡറേറ്റിൽ കൊടുക്കുക എന്നുള്ള ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ജനങ്ങൾക്കുള്ള വിശ്വാസം, മിൽമ എന്നുള്ള ബ്രാൻഡിലുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കഴിക്കാം, അതിനകത്ത് മായമില്ല, കള്ളത്തരമില്ല എന്നുള്ളൊരു ആ വിശ്വാസം അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള മറ്റൊരു ചാലഞ്ച്. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ധാരാളം പ്ലേയേഴ്സ് ഇവിടെ വരുന്ന സമയത്ത് പുതുതലമുറ, ഇപ്പൊ പഴയ തലമുറകളൊക്കെ മിൽമ ബ്രാൻഡിന്റെ പേരിൽ ആ വിശ്വാസം വെച്ച് പോകുമ്പോൾ പുതുതലമുറ ഈ ബ്രാൻഡിൽ അത്രയധികം താല്പര്യം ഇട്ട് വരണമെന്നില്ല. അതുകൂടെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ തലമുറയുടെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന കുറെ സാധനങ്ങൾ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇറക്കിയത്. ഇന്ത്യയിൽ നമ്മൾ അമൂല് കഴിഞ്ഞാൽ ബാക്കി രണ്ടാമത് ഇറക്കുന്ന ഒരേ ഒരു സഹകരണ പ്രസ്ഥാനം നമ്മളുടെയാണ് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പൊ പുതിയ തലമുറയ്ക്ക് വളരെ സ്വീകാര്യമായ ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളുടെ പേട കുട്ടികൾക്ക് വളരെ സ്വീകാര്യമായ മറ്റൊരു പ്രോഡക്റ്റാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഐസ്ക്രീമിന്റെ ഒരുപാട് വേരിയൻസ് ഉണ്ടാക്കി അതിന്റെ ക്വാളിറ്റി ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏത് ഐസ്ക്രീമുമായിട്ടും കിട്ടപിടിക്കുന്ന വിധത്തിലുള്ള ക്വാളിറ്റി ഏകീകരിച്ചുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ നല്ല സ്വാദിഷ്ടമായ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. പുതിയ ആൾക്കാർക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഐസ്ക്രീം മധുരമുള്ളത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഷുഗർ ഫ്രീ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തെ കസ്റ്റമേഴ്സിന്റെ താല്പര്യത്തിന് അനുസരിച്ചിട്ടുള്ള അവർക്കിഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകൾ എല്ലാ സെഗ്മെന്റിലേക്കും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് കൊടുക്കുക, കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റുകൾ കൊടുക്കുക. അതോടൊപ്പം മറ്റൊരു വിഭാഗമുണ്ട് ജനറൽ ആയിട്ട് ഉപയോഗിക്കാതെ. ഇപ്പോ എന്നെ ഇന്റർവ്യൂ എടുക്കുന്ന കുട്ടി അടക്കം നിങ്ങളെല്ലാം ഇപ്പോൾ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ ഹസ്ബൻഡും വൈഫും ഒക്കെ ജോലിക്ക് പോവുക, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനം, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മിക്കവാറും വീട്ടിൽ ഹൗസ്
ഹൗസ് വൈഫ് ആയിരിക്കും. അവരിപ്പോ ജോലിക്കൊക്കെ പോയി വരുമ്പോൾ അവർക്ക് രാവിലെ പാചകം ചെയ്യാനും വൈകുന്നേരം വന്നിട്ട് ക്ഷീണിച്ചു വന്ന് പാചകം ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരാണ് ഈ ഹോട്ടലുകളിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്ന ഒരു സംവിധാനം. അങ്ങനെ സ്വയം കുക്ക് ചെയ്യാൻ കഴിയാത്ത പ്രയാസമുള്ള എന്നാൽ സാമ്പത്തികമായ നല്ല ചുറ്റൂടുള്ള വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ടു യൂസ് കുറെ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. ആദ്യം ഇറക്കിയത് നമ്മൾ ഉപ്മാവാണ്, സോറി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ നിന്ന് ഇറക്കിയത്. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രയാസവും ഇല്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് അതിൽ കൂടെ ഒരു ഗീയുടെ പാക്കറ്റ് കൂടെ കൊടുക്കും. ആ നെയ്യ് ഒഴിച്ചുകൊണ്ട് ആ ബിരിയാണി ഒന്ന് ചൂടാക്കി എടുത്താൽ കഴിക്കാം. നമുക്ക് വെജിറ്റബിൾ ബിരിയാണി. രണ്ടാമത് നമ്മൾ കറി ഒരു പ്രധാന വിഷയമല്ലേ, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു റെഡി ടു യൂസ് പനീർ ബട്ടർ മസാല നമ്മൾ മാർക്കറ്റിൽ ഇറക്കി. ഒന്നും ചെയ്യേണ്ട, വെറുതെ പാക്കറ്റ് കട്ട് ചെയ്താൽ അത് ഉപയോഗിക്കാം. ഇനി ചിലർക്ക് അതൊന്ന് ചൂടാക്കണം, കാരണം തണുത്തത് കഴിക്കാതെ ചൂടാക്കി കഴിക്കണമെങ്കിൽ ചൂടാക്കാന്നല്ലാതെ അതിനകത്ത് മറ്റൊരു പ്രക്രിയ വേണ്ട. അപ്പൊ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയി. കേരളത്തിന്റെ തനത് ഫുഡായ പുളിശ്ശേരി, നമ്മൾ റെഡി ടു യൂസ് പുളിശ്ശേരി മൂന്നാമതൊരു പ്രോഡക്റ്റ് ആയി. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ റെഡി ടു യൂസ് ചപ്പാത്തി, വെറും ചപ്പാത്തി അല്ല, നമ്മൾ ഗീ ചേർത്ത ചപ്പാത്തിയാണ് ഇറക്കിയത്. ഞങ്ങൾ ഇറക്കുമ്പോൾ ഗീ ചേർത്ത് നമ്മളുടെ മിൽമയുടെ പ്രോഡക്റ്റ്, നമ്മൾ ഇറക്കുന്ന എല്ലാ പ്രോഡക്റ്റിലും മിൽമയുടെ ഒരു അംശം ഉണ്ടാവണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഗീ ചേർത്തിയ ചപ്പാത്തി ഇറക്കിയത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ചപ്പാത്തികൾ ഉണ്ടാകുമ്പോൾ ഗീ ചേർത്തിയ ചപ്പാത്തി നമ്മൾ മാത്രം പറയുന്നത്, അതിന്റെ വസ്തുത അങ്ങനെയാണ് കേട്ടത്. പിന്നീട് നമ്മൾ പൊറോട്ട ഇറക്കി. പൊറോട്ട ഇറക്കുമ്പോൾ ഗീക്ക് പകരം ബട്ടർ ചേർത്ത് കൊണ്ടുള്ള പൊറോട്ടയാണ് ഇറക്കിയിട്ടുള്ളത്. ആ പൊറോട്ട ഇറക്കി. നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ ഹയാത്തിൽ വെച്ചൊരു പരിപാടിയിൽ വെച്ചാണ് നമ്മൾ റെഡി ടു യൂസ് പാലട പായസം 400 ഗ്രാമിന്റെ പാക്കറ്റിൽ കൊടുത്ത് ഒരു ഫാമിലിക്ക് വേണ്ടുന്ന പാലട പായസം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 വർഷം അത് പൊട്ടിക്കാതെ വെച്ചാൽ 1 വർഷം കേടുവരില്ല. ആ പാലട പായസം നമ്മൾ ഇറക്കി. പിന്നെ കോക്കനട്ട് വാട്ടർ, നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിന് നാളികേരത്തിന്റെ നാടാണ്. കോക്കനറ്റ് ബോട്ടിൽ ചെയ്ത് കൊടുക്കുന്ന കോക്കനറ്റ് വാട്ടർ ഇറക്കി. കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാഷ്യൂ പൗഡർ, കാഷ്യൂ വിറ്റ എന്ന് പറഞ്ഞ 3 ഫ്ലേവറിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കാഷ്യൂ ഡെവലപ്മെന്റ് പദ്ധതികൾ ഇറക്കി. ഏറ്റവും അവസാനം ഇറക്കിയ 2 പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്നപ്പോൾ ആ പേര് വന്നത്. 1 ഇടിയപ്പം, 2 ഉപ്മാവ്. അതിന്റെ പ്രത്യേകത ഇടിയപ്പവും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചാല് അത് പാക്കറ്റിൽ നിന്ന് പൊട്ടിയാതെ വെച്ചാൽ 1 മാസം നമുക്ക് ആ ഇടിയപ്പം, 1 കൊല്ലം ഇടിയപ്പം കേടുവരാതെ വെക്കും, പൊട്ടിക്കാതിരിക്കണം. മറ്റേത് ഉപ്മാവ് എന്ന് പറഞ്ഞാൽ 6 മാസം കേടുവരാതിരിക്കും. പൊട്ടിച്ചു വെച്ചാൽ ഈ ഗീയുടെ അംശം നമ്മൾ ചേർത്തുകൊണ്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഉപ്മാവിന് ഉപയോഗിക്കുന്നത്. ഉപ്മാവിന് ഇത് പറഞ്ഞ പോലെ ഒരു ഗീയുടെ പാക്കറ്റ് ഉണ്ട്. ആ ഗീയുടെ പാക്കറ്റ് വെച്ച് ഉപ്മാവ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ റെഡി ടു യൂസ്. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നോക്കിയാല് ബ്രേക്ക്ഫാസ്റ്റിനായി, ലഞ്ചിന് വേണമെങ്കിൽ ആയി, അത്താഴത്തിനായി, എല്ലാ വിഭാഗത്തിനും നമുക്ക് ഫുഡ് നമുക്ക് മിൽമയുടെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാം. ഇനി അത്യാവശ്യം മധുരം വേണമെങ്കിൽ പാലട പായസവുമായി, കേരളത്തിന്റെ തനിമയുള്ള പായസവുമായി. അപ്പോൾ ആ ഒരു സെഗ്മെന്റിനെയും കൂടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇനിയും നമ്മൾ കുറേയധികം പ്രോഡക്റ്റുകൾ നമ്മുടെ R&Dയിലുണ്ട്. വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ പടിപ്പരിയിൽ സക്സസ്ഫുൾ ആയി ട്രയലൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ചില സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഞങ്ങളെ പോലുള്ള ഒരു സഹകരണ സ്ഥാപനം ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു പോകുന്നതിന് കുറച്ച് കാലതാമസം വന്നു. വിദൂരമല്ലാത്ത ഭാവിയിൽ അതൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ കഴിയുമെന്നാണ്. ഞാൻ ഇതിനു മുമ്പിൽ ആ പേരൊക്കെ പറഞ്ഞതാണ്. വെറുതെ പേരൊക്കെ പറഞ്ഞ് ഇറക്കിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കുന്ന ഒഴിവാക്കാനാണ് ഇപ്പൊ ഞാനത്. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, ഏതാണ് മിൽമയുടെ ഇനി വരാൻ പോകുന്ന അടുത്ത ബ്രാൻഡ് എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. സർ, മിൽമയുടെ നമ്മുടെ മലപ്പുറത്തുള്ള ഡയറി പ്ലാന്റിനെ കുറിച്ച് ഒന്ന് പറയാവോ? ഡയറി പ്ലാന്റ് ആദ്യം തന്നെ ഡയറി പ്ലാന്റ് കംപ്ലീറ്റ് അതിന്റെ പ്രോസസ്സിങ്ങും എല്ലാം നമ്മളെ കൺസ്യൂമേഴ്സിന് വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ച് അവതരിപ്പിച്ചത് ഞാൻ കണ്ടിരുന്നു. നിങ്ങളെ ആ യൂട്യൂബിൽ കണ്ടിരുന്നു. അതിനുള്ള അഭിനന്ദനങ്ങളും നന്ദിയും നമ്മൾ അറിയിക്കുകയാണ്. അത് വരാനുള്ള ഒരു സാഹചര്യം ഞാൻ പറയുന്നത് കോവിഡാണ്. നമുക്കറിയാം, നമുക്ക് പല ചാലഞ്ചസും നമ്മളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുമ്പോൾ ആ ചാലഞ്ചസ് ചിലത് ഓപ്പർച്യൂണിറ്റി ആയി കൺവെർട്ട് ചെയ്യാന്നുള്ള മാനേജ്മെന്റ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്ലാന്റ് വന്നതെന്ന് മൊത്തത്തിൽ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഉണ്ടായി കോവിഡ് സമയത്ത് നമ്മൾ എല്ലാ കർഷകരുടെ പാലും ഒരു മുടക്കമില്ലാതെ എടുക്കാൻ തീരുമാനിക്കുകയും എന്നാൽ ആ പാലെടുത്ത് പ്രോസസ് ചെയ്ത് വിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ലോക്ക്ഡൌൺ കാരണം. അപ്പോൾ വലിയ തോതിൽ പാല് നമുക്ക് സർപ്ലസ് വന്നു.
സാധാരണ പാല് സർപ്ലസ് വന്നാൽ അത് പൊടിയാക്കി സൂക്ഷിക്കാനേ കഴിയുള്ളൂ. അവിടുത്തെ പ്രോസസ്സ് കണ്ടുവല്ലോ. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ അയച്ചിട്ടാണ് പാൽപ്പൊടി ഫാക്ടറികൾ അയച്ചിട്ടാണ് പാല് പൊടിയാക്കുന്നത്. പക്ഷെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം ഓർക്കാം. കോവിഡ് ആദ്യം പുറപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. കോവിഡ് ആകെ ലോകം മുഴുവൻ വല്ലാതെ ഭീതിയിലിരിക്കുകയും കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പൊടിയാക്കാനായിട്ട് വണ്ടികൾ അങ്ങോട്ട് അയക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ വല്ലാത്ത ആശങ്കയിലായി. ആ വണ്ടികൾ അങ്ങോട്ട് വിടില്ല, അവിടെ പൗഡർ പ്ലാന്റ് ഇത് പൊടിയാക്കാൻ പാടില്ല കേരളത്തിലെ പൗഡർ എന്നുള്ളത് എനിക്ക് വലിയ ആശങ്കയായി. ഞങ്ങൾ പ്രതിസന്ധിയിലായി. പാല് സംഭരിച്ച് ഞങ്ങളുടെ സംഭരണികൾ നിറഞ്ഞു, നമ്മളെ ഡയറികൾ നിറഞ്ഞു. 2-3 ദിവസം ഉച്ചയ്ക്ക് ശേഷം പാലെടുക്കാതെ ക്രമീകരണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അവർ മെയിൽ കൊടുത്തു. അദ്ദേഹം മെയിൽ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. വൈകുന്നേരം വിളിച്ചിട്ട് എന്താണ് അതിന്റെ വിഷയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരാവശ്യമാണ് പറഞ്ഞത്. തമിഴ്നാട്ടില് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ഇടപെട്ടിട്ട് അവിടുത്തെ ഫാക്ടറികളിൽ നമ്മൾ കുറച്ച് പാല് സർപ്ലസ് പൊടിയാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം സമാധാനിപ്പിച്ചു. നോക്കാം, നമുക്ക് പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം 12 മണിയാകുമ്പോഴേക്കും എനിക്ക് മെസ്സേജ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടി. അവിടെ ഈരോഡിലെ ആവിനുള്ള പ്ലാന്റിലേക്ക് നമ്മൾ 50,000 ലിറ്റർ പാൽ അയക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, അതെടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒന്നാം കോവിഡ് സമയത്ത് നമ്മൾ ആ പ്രതിസന്ധി തരണം ചെയ്തത്. രണ്ടാം കോവിഡിൽ പക്ഷേ ഈ 50,000 കൊണ്ടൊന്നും നിന്നില്ല. ഞങ്ങൾ ഒരു ദിവസം 4 ലക്ഷം ലിറ്റർ പാല് വരെ കൊടുക്കുന്ന സമയമുണ്ടായി അവിടെ. പക്ഷെ ആ സമയത്ത് ഈ ആശങ്കയില്ല, കാരണം കോവിഡ് യൂസ്ഡ് ആയി. രണ്ടാം കോവിഡ് വരുമ്പോ പിന്നെ അത്ര വലിയൊരു ഭീതിയില്ലാതെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ കൊടുത്ത സമയത്താണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇങ്ങനെ ഒരു പൗഡർ പ്ലാന്റ് നമ്മൾ അയൽ സംസ്ഥാനത്തിൽ പോകുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഇല്ലാത്തതെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അന്നത്തെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് അടിസ്ഥാനത്തിൽ രാജു മിനിസ്റ്റർ അന്ന് നമ്മളെ വിളിച്ച് ചർച്ച ചെയ്ത് അത് നടത്തുന്നതിനെ കുറിച്ച് വിശദമായ ചർച്ച ചെയ്തപ്പോൾ ഇത് എവിടെ നടത്തും, ആര് നടത്തും എന്നുള്ള ചിന്ത വന്നു. ഒന്ന് സർക്കാർ നടത്തണോ, അതല്ലെങ്കിൽ പിന്നെ ആര് നടത്തണം പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മിൽമയാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞു. മിൽമ നടത്തണമെങ്കിൽ നമുക്ക് 3 മേഖലാ യൂണിയനുകളുണ്ട്, എവിടെ വേണമെന്ന് ചോദിച്ചു. ഒരു തർക്കം ഉണ്ടായില്ല. സർപ്ലസ് യൂണിയനായ ഏറ്റവും കൂടുതൽ പാല് സംഭരിക്കുന്ന മലബാറിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ പൗഡർ പ്ലാന്റ് വന്നത്. പക്ഷെ അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, ഈ പൗഡർ പ്ലാന്റ് പോകണമെങ്കിൽ പൗഡർ പ്ലാന്റ് ലാഭകരമായി നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ അല്ല, സർപ്ലസ് മാനേജ്മെന്റിനുള്ള ഒരു ഇൻഡസ്ട്രിയാണത്. അവിടെ ലാഭവും നഷ്ടവും നോക്കിയ പൗഡർ പ്ലാന്റ് ഒരാളും തുടങ്ങില്ല. അത് സർക്കാരിന് മുമ്പിൽ പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ പെട്ടെന്നൊരു പ്രോജക്റ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ 54 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ആദ്യം കൊടുത്തത്. അപ്പൊ 48 കോടി രൂപയും സർക്കാർ നമുക്ക് ധനസഹായമായിട്ട് അനുവദിച്ചു തന്നു അന്ന്. അങ്ങനെ നമ്മൾ നിർബന്ധപൂർവ്വം പറഞ്ഞു അങ്ങനെ തരുമെങ്കിൽ ഇത് എടുക്കുള്ളൂ, കാരണം ഇതല്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് പറഞ്ഞപ്പോൾ 48 കോടിയും തന്നു. പക്ഷെ പിന്നീട് നമ്മളൊരു ചർച്ചകൾ എല്ലാ ആൾക്കാരുമായും ടെക്നിക്കൽ ടീമുമായി സംസാരിച്ചപ്പോൾ ഈ 54 കോടി രൂപയുടെ പ്രോജക്റ്റ് പോരാ, കുറെ കൂടെ ലോകോത്തരമായിട്ടുള്ള ഈ യന്ത്ര സാമഗ്രികൾ നമുക്ക് മേടിക്കണം. അപ്പൊ അത് റിവൈസ് ചെയ്ത് ബഡ്ജറ്റ് വന്നപ്പോൾ ആ യന്ത്ര സാമഗ്രികൾക്ക് മാത്രം തന്നെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രകാരം 85-90 കോടി രൂപ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പിന്നെ സർക്കാർ അടുത്ത് പോകാൻ കഴിയില്ല. അത് തീരുമാനമായി AS ഒക്കെ കിട്ടി. അപ്പൊ നമ്മൾ ധീരമായ ഒരു നടപടിയായി നമ്മൾക്കത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തന്നെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് പോകാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ലോകോത്തര നിലവാരത്തിൽ ഇപ്പൊ താങ്കൾ പോയി ആ കാര്യങ്ങളൊക്കെ കണ്ട ഇന്ന് ആരുടെ മുമ്പിലും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റാവുന്ന ഒരു പൗഡർ പ്ലാന്റ് കേരളത്തില് മൊത്തം 131 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം തുടങ്ങി ഈ ഡയറി വൈറ്റ്നർ ഇപ്പൊ നമ്മള് കേരളത്തിലെ പല ഭാഗത്തും വിറ്റ് തുടങ്ങി നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് കണ്ടതാണ്. അവിടുന്ന് സാമ്പിൾ തന്നുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഉപയോഗിക്കണം, എന്നിട്ട് അഭിപ്രായവും പറയണം. അത് നല്ല രീതിയിൽ നമുക്ക് വിറ്റ് പോകുന്നുണ്ട്. അത് കൂടാതെ നമ്മള് 1 കൊല്ലം മുമ്പ് നമ്മൾ ലുലു ഇന്റർനാഷണലുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ മിൽമയായിട്ട് അതിന്റെ ചെയർമാനുമായിട്ട് ഒപ്പിട്ടിരുന്നു. അവര് നമ്മുടെ സാധനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും വലിയ തോതിൽ എടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ വിദേശങ്ങളിൽ നമ്മൾ നെയ്യ് മാത്രമാണ് കയറ്റി അയച്ചെങ്കിൽ ഇപ്പൊ നമ്മളൊരു 18ഓളം പ്രോഡക്റ്റുകൾ അവർ പരിശോധന നടത്തി അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോകാൻ പറ്റാവുന്ന വിധത്തില് ക്വാളിറ്റി അഷ്വർ ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. അതിലൊരു പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ ഡയറി വൈറ്റ്നർ. അത് കൂടാതെ ഡയറി വൈറ്റ്നർ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ അതിന്റെ വോളിയം വളരെ കുറച്ചാ പോകുന്നത്. അവിടെ പാൽ പൊടിയാണ് പോകുന്നത്. അപ്പൊ പാൽ പൊടി നമ്മുടെ സ്കിംഡ് മിൽക്ക് പൗഡർ അവര് 2200 ഗ്രാം, 2.2 kg, അതാണ് അവിടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് അത് ഉണ്ടാക്കി തരണം പറഞ്ഞ് അതിന്റെ സാമ്പിൾ നമ്മൾ കൊടുത്ത് അവരുടെ ടെസ്റ്റ് കഴിഞ്ഞ് അത് അപ്രൂവൽ കിട്ടിയെന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിന്റെ പാക്കിംഗ് അറബിക്കിലൊക്കെ പ്രിന്റ് ചെയ്യണമല്ലോ. ആ പാക്കിംഗ് ഒക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തോതില് ഗൾഫില് പ്രാഥമികമായിട്ട് ലുലുവിലൂടെ വിതരണം ചെയ്യുന്നതിന് പോയാല് നമ്മുടെ പൗഡർ പ്ലാന്റ് ഫുൾ സ്വിങ്ങില്
നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് 3 മാസം മുമ്പ് മാൽഡീവ്സിലേക്ക് കുറെ സാധനങ്ങൾ കയറ്റി അയക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി, കുറെ എടുത്തിട്ടുണ്ട്. അവരും ഈ പൗഡർ വലിയ തോതിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വദേശത്തും വിദേശത്തും നമ്മൾ നല്ല രീതിയിൽ പൗഡർ ഈ ഡയറി വൈറ്റ്നറായും അതുപോലെ തന്നെ സ്കിൻഡ് പൗഡറായിട്ടും മാർക്കറ്റ് നടത്തിയാൽ ആ പ്ലാന്റ് നല്ല രീതിയിൽ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയും. മറ്റൊരു ഓപ്ഷൻ കൂടെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യകാലത്ത് സർപ്ലസ് പാല് അയൽ സംസ്ഥാനങ്ങളിലെ പൗഡർ പ്ലാന്റിൽ പോയിട്ട് പൗഡറാക്കി വന്ന പോലെ നമ്മളുടെ പൗഡർ പ്ലാന്റിൽ അവിടെ നിന്ന് പാല് കൊണ്ടുവന്ന് പൗഡറാക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ സർപ്ലസ് വരുന്ന പാല് അവർക്ക് നമുക്കിവിടെ അടുത്ത പ്രദേശമായതുകൊണ്ട് കൊണ്ടുവന്ന് പൗഡറാക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് നമുക്കത് റിട്ടേൺ വന്ന് ഒരു ബ്രേക്ക് ഇവൺ ആക്കാൻ നിശ്ചിതമായ ഒരു കൊല്ലത്തിനകത്ത് ബ്രേക്ക് ഇവൺ ആക്കുകയും പിന്നീട് പ്രോഫിറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിപാടികളും നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഗൃഹലക്ഷ്മി ആയതുകൊണ്ട് തന്നെ മിൽമയുടെ കുറച്ച് വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ സാമ്പത്തിക സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പൊ സ്ത്രീകളായിട്ടുള്ള ക്ഷീര കർഷകർ നേരിടുന്ന മറ്റ് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അല്ല, യഥാർത്ഥത്തില് നമ്മളിപ്പോ പല ഭാഗത്തും പറയുന്ന പോലെ ഈ ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ രാജ്യത്തായാലും കേരളത്തിലായാലും അതിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ വനിതകളാണ്. കാരണം ഞാൻ എല്ലാ യോഗങ്ങളിലും നമ്മൾ പരിചയമായിട്ട് പറയുന്നൊരു കേസുണ്ട്. വനിതകള് പാലൊക്കെ ഉണ്ടാക്കും, പാല് സംഘത്തിൽ കൊടുത്ത് കാശ് മേടിക്കുന്നത് ആണുങ്ങൾ മേടിക്കുന്നത് പറയാറുണ്ട്. അത് ഒരു പരിധിവരെ കുറെയൊക്കെ ശരിയാണ്, എല്ലാം അങ്ങനെയല്ല, ഒരു പരിധിവരെ ശരിയാണ്. അപ്പോൾ വനിതകളാണ് ഈ മേഖലയിൽ ഏറ്റവും ശ്രദ്ധാപൂർവമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇവിടെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ചിട്ട് മലബാറിന് തുടങ്ങിയതാണ്, വനിതകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. നമ്മൾ തുടങ്ങിയ പല പദ്ധതികളും എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പദ്ധതി നമ്മുടെ ക്ഷീര കർഷകർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അവർക്കൊരു 10,000 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മുടെ വക. ആ സംഘത്തുനിന്ന് ഒരു 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ ഓരോരോ കൊല്ലവും ആ രക്ഷിതാക്കള് അവർക്ക് സാധ്യമായ സംഖ്യ ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞ് വന്നാൽ 18 വയസ്സ് കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ 21 വയസ്സൊക്കെ കഴിയുമ്പോൾ കല്യാണ ആവശ്യത്തിനോ ചെറിയൊരു സംഖ്യ അക്യുമുലേറ്റ് ചെയ്ത് വന്നാൽ അതൊരു ചെറിയൊരു ആശ്വാസമാകും. ഇത് സ്ത്രീ സുകന്യ പദ്ധതിയല്ലേ? അതെ, അത് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് പിന്നീട് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ 1-2 പദ്ധതികളാണ്. ഒന്ന്, പെൺകുട്ടികളുടെ കല്യാണത്തിന്, ഞാൻ ഈ അവരുടെ കല്യാണത്തിന് 10,000 രൂപ കല്യാണ തലേന്ന് നിന്ന് അവരുടെ വീട്ടില് നമ്മളെ മിൽമയുടെ ഉദ്യോഗസ്ഥരും ആ പ്രദേശത്തെ ക്ഷീരസംഘം അവരംഗമായിട്ടുള്ള ക്ഷീരസംഘത്തിന്റെ ഭാരവാഹികളും കൂടി കൊടുക്കുന്ന ഒരു കാര്യം. മൂന്നാമത് അതിന്റെ കൂടെ ഒരു എക്സ്റ്റൻഡഡ് വെർഷനാണ് വിധവകളായിട്ടുള്ളവരുടെ പെൺകുട്ടികളുടെ കല്യാണത്തിന് 50,000 രൂപ കല്യാണത്തിന് വേണ്ടി കൊടുക്കുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വളരെ കുറച്ചു പേരേ ഉള്ളൂ, അത്രയൊക്കെ മതിയത്. അങ്ങനെ വിധവകളായിട്ട് ഈ പൈസ മേടിക്കണം എന്നുള്ളൊരു ആവശ്യമൊന്നും നമ്മളെ ഭാഗത്തില്ല. പക്ഷെ അത്തരം ആൾക്കാർക്ക് ഒരു കൈത്താങ്ങെന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്ക് 10,000 കൊടുക്കുമ്പോൾ 50,000 കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അത് കൂടാതെ കുഞ്ഞുങ്ങള് മൊത്തത്തിൽ അവിടെ പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്നല്ല, ഡയബറ്റിക് ആയിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, വലിയവരല്ലാതെ, ജുവൈനൽ ഡയബറ്റിക്. ആ കുഞ്ഞുങ്ങൾക്ക് ഡയബറ്റിക്കിന് മാസം തോറും അവർക്ക് ചികിത്സയ്ക്കും ഇൻസുലേഷനും 500 രൂപ വെച്ചിട്ട് നമ്മൾ അവരുടെ 18 വയസ്സ് കഴിയുന്നവരെ നമ്മളൊരു സീലിംഗ് വെച്ചിട്ട് 50,000 രൂപ വരെ അവർക്ക് ഈ മരുന്ന് മേടിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കി. ഇതൊക്കെ ഒരു വേറിട്ട പദ്ധതികളാണ്. മറ്റൊരു പദ്ധതി നടപ്പിലാക്കിയത് ഞങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് പറയും. ഞങ്ങളിപ്പോ മലബാർ ഒരു 1,620 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത് നിസ്സാരമായിട്ട് തോന്നാം. അതായത് ഒരു ജില്ലയിൽ തുടക്കത്തിൽ ഒരു വനിതാ കർഷകയ്ക്ക് ക്ഷീര കർഷകയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി. ആ 5 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 6 ജില്ലകളിൽ 6 വീട് വെച്ച് വെക്കുന്ന പദ്ധതി നമ്മൾ തുടങ്ങിയെങ്കിൽ അത് പിന്നീട് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ജില്ലയ്ക്ക് 2 വീടുകൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ 36 പേർക്ക് നമ്മൾ വീട് വെച്ച് കൊടുത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവിടെയും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന വിധവകളായിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ പോയി അങ്ങനെ തുടങ്ങി 36 വീടിന്റെ താക്കോല് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തോടുകൂടി കൊടുത്തു. ഈ വർഷം നമ്മൾ 12 വീട് തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ തറക്കല്ലിടലും കഴിഞ്ഞു. 12 വീടിന്റെയും തറക്കല്ലിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വരെ 5 ലക്ഷം രൂപയാണ് ഒരു വീടിന് കൊടുത്തതെങ്കിൽ ഇക്കൊല്ലം 6 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. 5 കൊല്ലം കൊണ്ടുള്ള വർധനവേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1,620 കോടിയുള്ള മലബാർ മേഖല യൂണിയന് 5 ലക്ഷം രൂപയുടെ ഒരു ആനുകൂല്യങ്ങൾ സിംഗിൾ ഹയസ്റ്റ് ആനുകൂല്യം ഒരു കർഷകന് കൊടുക്കുന്ന ഇതാണ്. അപ്പൊ മറ്റ് ഒരുപാട് പദ്ധതികൾ ഉണ്ടെങ്കിലും നമ്മളെ മനസ്സ് വിങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് അർഹിക്കുന്നതിന് അപ്പുറത്ത് നമുക്ക് സന്തോഷം തരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് ഞാൻ വിശദീകരിച്ച
ഈ വീടിന്റെ പദ്ധതി. അതെ, അപ്പൊ എന്തായാലും സ്ത്രീകളായിട്ടുള്ള ക്ഷീര കർഷകരോടൊപ്പം തന്നെയാണ് മിൽമയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മിൽമയുടെ ഇപ്പൊ സഹകരണ സംഘങ്ങളിലായിക്കോട്ടെ, ഭരണ നേതൃത്വത്തിലായിക്കോട്ടെ, സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ചെയ്യുന്നുണ്ടോ? നിശ്ചയമായിട്ടുണ്ടല്ലോ. ഇപ്പൊ സഹകരണ നിയമപ്രകാരം തന്നെ നമ്മളെ ക്ഷീരസംഘങ്ങളില് പിന്നെ ഭരണസമിതി 9 പേരുള്ള പ്രാഥമിക ക്ഷീര സംഘങ്ങളുടെ ഭരണസമിതിയില് 3 പേര് വനിതകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷം തന്നെ ഒരു ഭേദഗതിയിലൂടെ സംഘത്തിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ വനിതയാണെന്നും കൂടെ ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സംഘത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഒന്നുകിൽ പ്രസിഡന്റ് വനിതയായിരിക്കണം, പ്രസിഡന്റ് വനിത അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പടി കൂടെ കടന്നിട്ടാണ് ഇപ്പോഴും നേരത്തെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ചെറുപ്പക്കാരി മേഖലയിൽ വരുന്നില്ല ഉള്ള കാര്യത്തിന് 40 വയസ്സിന് താഴെയുള്ള ഒരു വനിതയും 40 വയസ്സിന് താഴെയുള്ള ഒരു പുരുഷനും കൂടെ ഈ ബോർഡിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മേഖലാ യൂണിയന്റെ ഭരണസമിതിയിൽ, സംഘത്തിലല്ല, മേഖലാ യൂണിയൻ ഭരണസമിതിയിൽ. സംഘത്തിലും അത് പറയുന്നുണ്ട്. പ്രായോഗികമായിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ സംഘത്തിലും അത് വന്നിട്ടല്ലേ വരുവുള്ളൂ. അപ്പോ ചെറുപ്പക്കാർക്ക് അതുപോലെ തന്നെ വനിതകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് സഹകരണ നിയമത്തിലൂടെ വന്നിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മിൽമയും പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മളുടെ മിൽമ ഫാമിലിയിൽ നിൽക്കുന്ന സ്ത്രീകളെ ഇതെന്നല്ലാതെ ഇപ്പൊ നമ്മൾ കുടുംബശ്രീയോടൊക്കെ ചേർന്നിട്ട് ഒരുപാട് പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയതായിട്ട് സ്ത്രീകൾ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ? നോക്കൂ, ഇതുവരെ ഞാൻ പറഞ്ഞതിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് പറഞ്ഞത് മലബാർ മേഖലാ യൂണിയന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് മലബാർ മേഖലാ യൂണിയനും പവർ പ്ലാന്റും. അതെ, നമ്മൾ ഫെഡറേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ എറണാകുളം മേഖലാ യൂണിയനും അതുപോലെ തന്നെ തിരുവനന്തപുരം മേഖലാ യൂണിയനിലും സമാനമായ പദ്ധതികൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെയും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്, പൂർണ്ണ തോതിലല്ലെങ്കിൽ. പക്ഷെ നമ്മൾ എടുക്കുന്ന ഒരു കാര്യം, ഇപ്പൊ കുടുംബശ്രീ ആയാലും 6 വനിതകൾ വരുവാണെങ്കിലും നമ്മൾ ഒരു 3-4 കൊല്ലം മുമ്പ് നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു പഞ്ചായത്തുകളില് ഒരു വനിതയെ നമുക്ക് കിട്ടുമെങ്കിൽ അവർക്കൊരു വണ്ടി കൊടുത്ത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഒരു പഞ്ചായത്ത് കംപ്ലീറ്റ് വിൽപ്പന നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷെ അവിടെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ആ വണ്ടികൾക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അതിന് പറ്റാവുന്ന വനിതകൾ അന്ന് നമുക്ക് കാര്യമായിട്ട് വന്നില്ലായിരുന്നു. ഇപ്പോഴും ആ പദ്ധതി ഓപ്പണിലാണ്. ഏതെങ്കിലും വനിതകൾ ഉണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു വനിത നമ്മൾ ഈ പറഞ്ഞ ആ ഒരു പഞ്ചായത്ത് മുഴുവൻ മിൽമയുടെ വണ്ടിയുമായി പോയിട്ട് ഐസ്ക്രീം ആയാലും ഉൽപ്പന്നങ്ങളായാലും ഡോർ സ്റ്റെപ്പിൽ കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് നടപ്പിലാക്കുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചു. കേന്ദ്ര സർക്കാരിൽ കേരള സർക്കാരിൽ അതൊന്നും കിട്ടിയില്ല. നമുക്ക് മാത്രം ഇറക്കുന്നതിനൊരു പരിമിതി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ടില്ലായ്മയല്ല. ഞങ്ങളിപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ നോക്കുന്നത് ഞങ്ങളുടെ ലാഭത്തിന്റെ മൃഗീയ ഭാഗവും ക്ഷീര കർഷകർക്ക് കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്താനും പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്താൽ കേരളത്തില് 254 കോടി രൂപയാണ് ഞങ്ങളുടെ ലാഭത്തിൽ നിന്നും ഈ അധിക പാൽവലിയായും കാലിത്തീറ്റ സബ്സിഡിയായും കർഷകർക്കും സംഘങ്ങൾക്കും ജീവനക്കാർക്കും വേണ്ടി കൊടുത്തത്. അപ്പൊ 254 കോടി രൂപ കൊടുക്കാതിരുന്നാൽ ഞങ്ങൾ ഈ 1000 വണ്ടി മേടിക്കുന്നതിന് ഫണ്ട് കൊടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൂടിയ ഒരു 30 കോടി 40 കോടി ചെലവഴിച്ചാൽ ഈ 1000 വണ്ടികളായി. പക്ഷെ അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞങ്ങള് ഫോക്കസ് ചെയ്യുന്നത് ക്ഷീര കർഷകരെ, അവരുടെ പുരോഗതിയും അവരെ നിലനിർത്താനും പുതിയ ആൾക്കാരെ കൊണ്ടുവരാനാണ്. അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ അന്ന് കഴിയാത്തത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചെറിയ തോതിൽ നമ്മൾ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്. അവരിലൂടെ ഒരു മിലി കാർട്ട് എന്നും പറഞ്ഞിട്ട് 30 വണ്ടികൾ ഇപ്പൊ നമ്മൾ മേടിച്ചു. ആ 10 വണ്ടികൾ 3 യൂണിയനിലേക്ക് 30 വണ്ടികൾ മേടിച്ച് അതിലൊരു ഫ്രീസറും വെച്ചുകൊണ്ട് ഒരു യൂണിയനിൽ 10 വീതം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൊടുത്തിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. ഒരു 6 മാസക്കാലം അതിന്റെ പ്രവർത്തനം നമ്മൾ നിരീക്ഷിച്ച് 2 കാര്യങ്ങളാണുള്ളത്. അതും സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളല്ല, അത് ജനറലായിട്ടാണ്. അതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. കേരള ഓട്ടോമൊബൈൽസ് ഇറക്കിയ ഇലക്ട്രിക് വാഹനമാണ്. അപ്പൊ ഒരു 6 മാസക്കാലം ആ വണ്ടിന്റെ പ്രവർത്തനം ഒന്ന് നോക്കണം. 2, നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ട് അതിന്റെ റിട്ടേൺസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം. വിൽപ്പനയും മറ്റു കാര്യങ്ങൾ അത് പരിശോധിച്ചിട്ട് ഇത് ഗുണകരമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും ഇനി ഒരു 70 വണ്ടികൾ കൂടെ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ ഉത്സവ പ്രദേശങ്ങളില് അല്ലെങ്കിൽ ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ വണ്ടി വെച്ച് നമ്മളുടെ ഉൽപ്പന്നങ്ങളും
ഐസ്ക്രീമും ഒക്കെ കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ. ഏറ്റവും പ്രധാനമായും നമ്മൾ കാണുന്നത് അതിന്റെ വിൽപ്പന നടത്തുന്നതോടൊപ്പം തന്നെ ഒരു 100 വണ്ടികൾ കേരളത്തിന്റെ റോഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിൽമയുടെ വണ്ടികൾ പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബ്രാൻഡ് ഇമേജ് ഇക്വിറ്റി, അതും കൂടെ നമ്മളിത് കാണുന്നുണ്ട്. ഇത് സക്സസ്ഫുൾ ആയിട്ട് വരികയാണെങ്കിൽ കുടുംബശ്രീയുടെ കാര്യം പറഞ്ഞ പോലെ ഏത് വനിതകൾ താല്പര്യമായി വരികയാണെങ്കിലും 3-4 പദ്ധതികൾക്ക് അവർക്ക് നമ്മൾ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കും. ഒന്ന്, നമ്മൾ ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണം, വിറ്റ് കിട്ടുന്ന കാഴ്ചകൾ അവർക്ക് ഒരു വരുമാനമാകും. അങ്ങനെയുള്ള അവിടെ മാതൃകയുണ്ട്. ഞങ്ങൾ തന്നെ വനിതകൾ നടത്തുന്ന VRP എന്നുള്ളൊരു വില്ലേജ് റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അവര് ഒരു മാസം 3 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അവര് വെക്കുമ്പോ 30,000-40,000 രൂപ അവർക്ക് ഒരു മാസം കിട്ടുന്ന വിധത്തിൽ അങ്ങനെയുള്ള വനിതകളുണ്ട്. പക്ഷെ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഈ പ്രോഡക്റ്റ് വെക്കുന്നതിനുള്ള സാധ്യത തുറന്നടിക്കുന്നുണ്ട്. 2, നമുക്ക് ഫാമിംഗ്, നമ്മൾക്കിപ്പോ ഒരു 6-7 ലക്ഷം ലിറ്റർ പാൽ ഒരു ദിവസം ഇപ്പോഴും നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുക. അപ്പൊ ക്ഷീരമേഖലയ്ക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർ വന്നാൽ 7 ലക്ഷം ലിറ്റർ പാൽ ഒരു ദിവസം സംഭരിക്കുന്നത് വരെ ഒരു പ്രതിസന്ധിയും ഇന്ന് മിൽമയ്ക്കില്ല. പണ്ട് കാലത്ത് സർപ്ലസ് വന്ന് പാലെടുക്കുന്നതിന് കോട്ട വെച്ചു എടുക്കാതിരിക്കാനുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. 7 ലക്ഷം ലിറ്റർ പാല് വരുന്നവരെ ഫാം ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ JLG ഗ്രൂപ്പായിട്ടോ ഒക്കെ തുടങ്ങുന്നവർക്ക് മുന്നോട്ട് വന്നാൽ അതെടുക്കാം. 4ാമത് അതിന് ഫാം തുടങ്ങുന്നതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഫാം തുടങ്ങണം, ഫണ്ട് എവിടെയാണ്? ആ ഫണ്ട് കൊടുക്കാൻ ഇപ്പൊ കേരള ബാങ്കുമായിട്ട് നമ്മളൊരു ധാരണാപത്രം തയ്യാറാക്കി അവരെത്ര വായ്പ കൊടുക്കുന്നതിനും നമ്മളെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് വായ്പ കൊടുക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. വളരെ ലളിതമായ രീതിയിൽ ഒരു വായ്പ കൊടുക്കും. അതിന് പലിശ നമ്മൾ കൊടുക്കുന്നത് മിൽമ 2 പശുക്കളെ മേടിക്കുന്നതിന് പലിശ, ഒരു കൊല്ലത്തേക്കുള്ള പലിശ 10,000 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യും ഒരാൾക്ക്. ക്ഷീരവികസന വകുപ്പ്, സർക്കാരിന്റെ കീഴിലുള്ള ക്ഷീരവികസന വകുപ്പ് 3 ലക്ഷം രൂപ ഒരു കൊല്ലം പലിശ ഇനത്തിൽ തിരിച്ചു കൊടുക്കുന്ന വിധത്തിൽ പദ്ധതിയുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഫാം തുടങ്ങുന്നതിനും പലിശരഹിത വായ്പ കിട്ടുന്നതിനുള്ള സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഇപ്പൊ നമ്മളത് പുതിയതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് നടപ്പിലാക്കിയത് വ്യവസായ വകുപ്പ് ക്ഷീരമേഖലയും വ്യവസായ വകുപ്പിന്റെ കീഴിൽ പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസും വ്യവസായ വകുപ്പിലൂടെ 35% ക്ഷീരമേഖലയിൽ ഫാമോ എക്യുപ്മെന്റ്സോ തുടങ്ങുന്നവർക്ക് 35% സബ്സിഡിയും കിട്ടുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്, സബ്സിഡി ഉണ്ട്. ലോൺ കിട്ടുന്നതിന് വലിയ തടസ്സമൊന്നും ഇല്ലാതെ 3 ലക്ഷം രൂപ വരെ ഒരു ഈടുമില്ലാതെ വായ്പ കിട്ടും. അതിനപ്പുറത്ത് വായ്പ ഈട് വെച്ചിട്ട് വായ്പ കിട്ടണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. 3ാമതൊരു കാര്യം അവർക്ക് സാധ്യതയുള്ളത്, നമ്മളുടെ മിക്കവാറും സ്ഥലങ്ങളിൽ മിൽമ പാർലർ നിങ്ങൾ കണ്ടു, എക്സ്ക്ലൂസീവായിട്ട് മിൽമ പ്രോഡക്റ്റ് വെക്കുന്നത്. ഏതെങ്കിലും വനിതകള് അങ്ങനെ മിൽമ പാർലർ തുടങ്ങാനായിട്ട് മാർക്കറ്റിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വരുവാണെങ്കിൽ അത് തുടങ്ങാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതിനു വേണ്ട ആ സ്ഥലത്തിന്റെ വിസ്തൃതിക്ക് അനുസരിച്ച് ഞങ്ങളുടെ സാമ്പത്തിക സഹായമുണ്ട്. അത് 50,000 രൂപയുണ്ട്, 1.5 ലക്ഷമുണ്ട്. വലിയ പ്രീമിയം ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊല്ലം 10 ലക്ഷം രൂപ വരെ നമ്മുടെ സഹായം കൊടുക്കുന്ന പദ്ധതികളുണ്ട്. അതിനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഏതെങ്കിലും വനിതകൾ, ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ആർക്കെങ്കിലും കേരളത്തിൽ ഈ മേഖലയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ട് അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കാൻ വരണമെങ്കിൽ മിൽമ വാതിൽ തുറന്നിരിക്കുകയാണ്, ആർക്കും വരാം. അതെ, ഇതാണ് എനിക്ക് കേട്ടപ്പോഴും തോന്നിയ കാര്യം. ഗൃഹലക്ഷ്മിയുടെ ഒരു ഭൂരിഭാഗം, ഒരു 70% മുകളിൽ നമുക്കുള്ളത് സ്ത്രീ പ്രേക്ഷകരാണ്. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന, ഇതുമായിട്ട് താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതാ മിൽമയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇരു കൈ നീട്ട് നിങ്ങളെ സ്വീകരിക്കാനായിട്ട് മിൽമ തയ്യാറാണ്, അല്ലെ? അതുപോലെ ഇനിയിപ്പോ നമ്മൾ മിൽമയെ കുറിച്ച്, മിൽമയുടെ എത്ര യാത്ര പറഞ്ഞു, ഇനി സാറിന്റെ ഒരു വിഷനിൽ അടുത്തൊരു 5 വർഷം 10 വർഷം മിൽമയുടെ ഒരു മിൽമ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തൊക്കെയാണ് മിൽമ ഇനി ചെയ്യാൻ പോകുന്ന പുതിയ പദ്ധതികൾ? അടിസ്ഥാനപരമായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ കർഷകരെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ കർഷകരെ വന്ന് ഇപ്പൊ 7 ലക്ഷം ലിറ്റർ പാല് നമ്മളിപ്പോ വെളിയിൽ നിന്ന് നമ്മൾ മിൽമയ്ക്ക് വേണ്ടി മാത്രം മേടിക്കുന്നുണ്ട്. അതിന് മിൽമയുടെ ആവശ്യത്തിനുള്ള പാല് സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി ഇത്തിരി നന്നായിട്ട് ശ്രമിക്കേണ്ടി വരും. നല്ല ശ്രമം നമുക്ക് നടത്തണം, പ്രത്യേകിച്ച് കേരളത്തിലേക്ക്. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബിസിനസ് പ്ലാനാണ്. ഞങ്ങൾ ഒരു 3 ദിവസം വളരെ വിദഗ്ധരെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന്, കൺസൾട്ടന്റിനെ കൊണ്ടുവന്ന് എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് സംസ്ഥാന തലത്തിൽ നമ്മളൊരു 3 ദിവസം 2030 വരെയുള്ള മിൽമയുടെ പോക്ക് എങ്ങനെയാവണം എന്നുള്ളതിന് കൃത്യമായ ഒരു ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അനുബന്ധമായിട്ട് 3 യൂണിയനുകളും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഓരോരോ പ്രോഡക്റ്റും ഓരോരോ ഏരിയയിലും എങ്ങനെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നുള്ളതിനെ കുറിച്ചും നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തുടക്കം എന്നുള്ള നിലയിലാണ് 2-3 കൊല്ലം മുമ്പ് റീപൊസിഷനിങ് മിൽമ എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചുകൊണ്ട് നമ്മുടെ കെട്ടും മട്ടും ക്വാളിറ്റി ഏകീകരിക്കലും എല്ലാം
നമ്മൾ ഏകീകരിച്ചു കൊണ്ടുപോയി. അതിപ്പോൾ വലിയ തോതിൽ നമ്മളെ പ്രോഡക്റ്റുകൾ കാണുമ്പോൾ പഴയ പ്രോഡക്റ്റും ഇതും തമ്മിലുള്ള ആ വ്യത്യാസം എല്ലാവർക്കും ഫീൽ ചെയ്യാൻ കഴിയും. എവിടെ റാക്കിൽ നമ്മൾ ഏത് റാക്കിൽ വെച്ചാലും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മളെ പ്രോഡക്റ്റിന്റെ കെട്ടുമുട്ട് മാറ്റുക മാത്രമല്ല അതിന്റെ ക്വാളിറ്റി ഒരേ ക്വാളിറ്റി. കാരണം നമ്മൾ കേരളത്തിലെ 3 യൂണിയന്റെ വിവിധ പ്ലാന്റുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഏകീകരിക്കുക, എവിടെ ഏത് യൂണിയന്റെ പ്രോഡക്റ്റാണ് ഏറ്റവും മികച്ചത് ആ SOP തന്നെ മറ്റെല്ലാ ഭാഗത്തും കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തനവും നടത്തി. അങ്ങനെയാണ് ഐസ്ക്രീം അടക്കം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും 2030 ആകുമ്പോൾ ഇപ്പൊ നമ്മൾ മിൽമയുടെ സംസ്ഥാനത്തെ വിറ്റുവരവ് എന്ന് പറഞ്ഞാൽ 4500 കോടിയാണ്. അത് 10,000 കോടിയിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് 2030. അപ്പൊ ഇനിയും മുമ്പിൽ 5 കൊല്ലമേ ഉള്ളൂ. വലിയ ശ്രമങ്ങൾ നടത്തണം. അത് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ 10,000 കോടിയുടെ വിറ്റുവരവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിനകത്തും ഇന്ത്യക്കകത്ത് വിവിധ സ്ഥലങ്ങളിലും വിദേശത്തും നമ്മളെ ഇഷ്ടപ്പെടുന്ന മിൽമ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം എല്ലാ ഭാഗത്തും സമയോചിതമായി എത്തിക്കുക എന്നുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ആ ടേൺ ഓവർ വർധനവ് വരുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചില പ്രോഡക്റ്റുകൾ വളരെ സ്വാദിഷ്ടമായ പ്രോഡക്റ്റുകൾ അതിന്റെ ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കാൻ പറ്റാത്ത ചില പ്രോഡക്റ്റ് ഉണ്ട്. അത് നമ്മളെ വിദഗ്ധരുമായിട്ട് CFTRയുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച് നമ്മളൊരു ധാരണാപത്രം ഒപ്പിട്ടിട്ട് അതൊക്കെ നമ്മൾ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിനുള്ള പ്രവൃത്തികളായിട്ട് പോകുന്നുണ്ട്. എല്ലാ തലത്തിലും ഒരു സമഗ്രമായിട്ടുള്ള വികസനം. ഇപ്പൊ പാല്, തൈര്, നെയ്യ് ഇത് നമ്മൾ ബ്രാൻഡ് ലീഡറാണ് നമ്മളിപ്പോ കേരളത്തിൽ. പക്ഷെ അത് മാത്രം പോരെ, നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളും മാർക്കറ്റ് ഷെയറിൽ പരമാവധി കിട്ടുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. പുതിയ പ്രോഡക്റ്റുകളുടെ R&Dയിലുള്ളത് പുതിയത് വരും. അത് മാർക്കറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു 50-55ഓളം മാർക്കറ്റിംഗ് ടീമിനെ ഇപ്പൊ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് ട്രെയിനിങ് കൊടുത്ത് റെഡിയാക്കി അവർ ഫീൽഡിലേക്ക് വരും. അത് സക്സസ്ഫുൾ ആണെങ്കിൽ ഇനിയും 10-50 പേരെ മാർക്കറ്റിംഗിൽ ഇറക്കും. അപ്പൊ എല്ലാ തരത്തിലെ മാർക്കറ്റിലും കേരളത്തിന്റെ മാർക്കറ്റിന്റെ ഷെയർ പരമാവധി മിൽമയ്ക്ക് തന്നെ ആവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. അതിനർത്ഥം മിൽമയ്ക്ക് ആ ഷെയർ കൂടിയിട്ട് അഭിമാനിക്കാൻ മാത്രമല്ല, പരമാവധി ആൾക്കാരെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉപയോഗിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിക്കാനും അവരെ ശുപാർശ ചെയ്തുകൊണ്ട് നമ്മളെ വിൽപ്പന വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഇത്രയും സ്വാദിഷ്ടമായ ഇത്രയും ഗുണനിലവാരമുള്ള ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമായ മിൽമയുടെ പ്രോഡക്റ്റ് ലഭ്യമാക്കാനുള്ള പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ നമ്മുടെ ഈ പാല് അല്ലെങ്കിൽ നമ്മൾ പാൽ ഗീ എന്നതിനപ്പുറത്തേക്ക് മിൽമയുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം ഒന്നുകൂടി ജനകീയമാകട്ടെ. മിൽമ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മിൽമ എന്ന വേർഡ് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിന് നമ്മൾ വലിയ ഭയങ്കര ഇതായിട്ടുള്ള ഡിസ്ക്രിപ്ഷനോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. കാര്യം മലയാളികൾ എവിടെയുണ്ടോ അവർക്കെല്ലാം അറിയാവുന്ന ഒരു ബ്രാൻഡാണ് മിൽമ എന്ന് പറയുന്നത്. മിൽമയെ ഇത്രയും സ്നേഹിക്കുന്ന ജനങ്ങളുടെ അടുത്ത് സാറിന് അവസാനമായിട്ട് എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? നിശ്ചയമായിട്ടും ഞങ്ങളൊരു കസ്റ്റമർ കെയർ നമ്പർ, ടോട്ടലി ഡെഡിക്കേറ്റഡ് നമ്പർ നമ്മൾ ഒരു 4-5 കൊല്ലം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീഡ്ബാക്കുകൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, അങ്ങനെയാണല്ലോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അല്ലാതെ നല്ലത് മാത്രം കേൾക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗമല്ല നമ്മൾ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടതാണെങ്കിലും അത് നമ്മളെ അറിയിക്കുക. നമ്മൾ ഈ മിൽമയുടെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ മറ്റ് പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേകതയുള്ളത്, അതിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോരോ പൈസയുടെയും ലാഭവിഹിതം പോകുന്നത് ഈ പറഞ്ഞ ക്ഷീരകർഷകരിലേക്കാണ് എന്ന ഒരു പുണ്യകർമ്മം കൂടെ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിനുണ്ട്. കേരളത്തിലെ കൺസ്യൂമേഴ്സ് നെഞ്ചോട് ചേർത്ത് പിടിച്ച മിൽമയെ എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരോടുള്ള കൃതജ്ഞത നമുക്കുണ്ട്. ഞങ്ങളുടെ ടാഗ് ലൈന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. മിൽമ തുടങ്ങുന്ന സമയത്ത് തന്നെ എടുത്തതാണ്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനിലൂടെ ക്ഷീരകർഷകരുടെ പുരോഗതിയാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതൊന്ന് അണുകിട വ്യത്യാസമില്ലാതെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അത് കൺസ്യൂമർ ഡിലൈറ്റിലേക്ക് കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന തത്രപ്പാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൂടുതൽ സേവനങ്ങളിലൂടെ കൂടുതൽ പ്രോഡക്റ്റുകൾ നൽകി മികവാർന്ന സംവിധാനത്തിലൂടെ കേരളീയ ജനതയ്ക്ക്, മലയാളികൾക്ക് അവരുടെ വളരെ പ്രിയപ്പെട്ട മിൽമ എന്നുള്ള ബ്രാൻഡ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതിന് സഹായിക്കണം. ആരെങ്കിലും പ്രോഡക്റ്റ് മേടിക്കാത്തവരാണെങ്കിൽ പ്രോഡക്റ്റുകൾ മേടിക്കണം. അതിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. നിശ്ചയമായിട്ടും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മിൽമയുടെ 10 ലക്ഷത്തിലധികം വരുന്ന ക്ഷീരകർഷകരുടെ പ്രതിനിധിയിൽ നിന്നുള്ള നിലയിൽ കേരള ജനതയോടുള്ള കൃതജ്ഞതയും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ.
സന്തോഷം. താങ്ക് യു സാർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മിൽമയുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും സാർ. ഒരുപാട് സന്തോഷം ബിയോണ്ട് സ്റ്റോറീസിൽ വന്ന് മിൽമയിൽ അങ്ങയുടെ ഇത്രയും വർഷത്തെ യാത്രകളും കാര്യങ്ങളും മിൽമയുടെ ഇനി പുതിയ പദ്ധതികളെ കുറിച്ചും മിൽമയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിന് വിലയേറെ സമയം നമുക്ക് വേണ്ടി തന്നതിന് ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.